മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തും അല്ലെങ്കിൽ തന്നെയും പാണക്കാട് തങ്ങൾമാർക്കെതിരായിട്ട് നേരത്തെ തന്നെ ആ കുടുംബത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം. ഇപ്പോൾ തന്നെ നമ്മൾ വെറുതെ സെർച്ച് ചെയ്താൽ പോലും ആര്യാടൻ മുഹമ്മദിൻ്റെ ചില പരാമർശങ്ങൾ ഏറ്റവും ഒടുവിലെത്തിയത് 2019 ഫെബ്രുവരി 27 ഇന്ത്യൻ എക്സസ് അച്ചടിച്ച ആര്യാടൻ മുഹമ്മദുമായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിൻ്റെ പിതാവുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ ആര്യാടൻ ഇൻ ദ ഇൻ്റർവ്യൂ വിച്ച് വാസ് ക്യാരിഡ് ആസ് എ കവർ സ്റ്റോറി ഓഫ് സത്യധാര, സത്യധാര എന്ന് പറയുന്ന EK സുന്നി വിഭാഗത്തിൻ്റെ ഒരു മുഖമാസികയിൽ അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നുണ്ട്: മുസ്ലിം ലീഗ് ഈസ് നൗ എൻ ഓർഡിനറി പൊളിറ്റിക്കൽ പാർട്ടി ജസ്റ്റ് ലൈക്ക് എനി അതർ പാർട്ടി ആൻഡ് ലോങ് ബിഫോർ ഐ ഹാഡ് ക്രിറ്റിസൈസ് ദ ദെൻ ലീഗ് സുപ്രീമോ ലേറ്റ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഓൺ ദ ലൈൻ ദാറ്റ് ഇഫ് ഹീസ് എ സ്പിരിച്വൽ ലീഡർ he should remain so, and if he is a political leader he is bound to be criticized. അതായത് ആര്യാടൻ മുഹമ്മദ് പറയുന്നത്, ഞാൻ നേരത്തെ മുതൽ തന്നെയും പാണക്കാട് തങ്ങന്മാരെ വിമർശിക്കാറുണ്ട്. നിങ്ങളൊരു മത നേതാവായിട്ട് തുടരുകയാണെങ്കിൽ അങ്ങനെ തുടരണം, അല്ലാതെ നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ വിമർശിക്കാനുള്ള അധികാരം മറ്റുള്ളവർക്കുണ്ട്, ആ വിമർശാധികാരം ഞങ്ങൾ ഉപയോഗിക്കും എന്ന് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞതായിട്ട് നമുക്ക് ഇപ്പോൾ തന്നെയും പലയിടങ്ങളിലായിട്ട് കാണാം. അത് ഇന്ത്യൻ എക്സസിൻ്റെ 2019 ഫെബ്രുവരി 27 ഒരു അഭിമുഖത്തിലെ ഭാഗമാണ് ഞാൻ വായിച്ചത്. അഭിമുഖമല്ല, അതൊരു വാർത്തയാണ്. സത്യധാരയിൽ അദ്ദേഹം കൊടുത്ത EK സുന്നി വിഭാഗത്തിൻ്റെ മുഖമാസികയുള്ള സത്യധാരയ്ക്ക് അദ്ദേഹം അനുവദിച്ചൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇന്ത്യൻ എക്സസ് കോട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് ആര്യാടൻ മുഹമ്മദ് അങ്ങനെയായിരുന്നെങ്കിൽ ആര്യാടൻ ഷൗക്കത്തും ആ നിലക്ക് അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ മഹേഷ് കൂടെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ രണ്ട് പ്രശ്നമുണ്ട്. അതായത് ഒന്ന്, ആര്യാടൻ ഷൗക്കത്തും ആര്യാടൻ മുഹമ്മദും പാണക്കാടൻ തങ്ങൾമാർക്കെതിരെ, പാണക്കാട് കുടുംബത്തിനെതിരെ പല കാലങ്ങളിലായിട്ട് നടത്തിയ വിമർശനങ്ങൾ. രണ്ടാമത്തേത്, ഈ PV അൻവർ വിഷയത്തിൽ മുസ്ലിം ലീഗ് എടുത്ത മുൻകൈയെ തള്ളിക്കളഞ്ഞു എന്നൊരു തോന്നൽ. മുസ്ലിം ലീഗ് യോഗത്തിനകത്ത് സതീശനെതിരായിട്ടുള്ള VD സതീശനെതിരായിട്ട് ഈ വിഷയത്തിൽ ഉയർന്നു വന്നു എന്ന് പറയുന്ന വിമർശനങ്ങൾ, ആ വിമർശനങ്ങളെ MK മുനീർ തള്ളിക്കളഞ്ഞില്ല എന്ന കാര്യം അവിടെയുണ്ട്. ഈ രണ്ട് പ്രശ്നങ്ങൾ അവിടെ ഉള്ളതുകൊണ്ടാണ് ഇന്നത്തെ ഈ UDF കൺവെൻഷനകത്ത് മുസ്ലിം ലീഗിൻ്റെ നേതാവ്, ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും മറ്റുള്ളവരും പങ്കെടുത്തുവെങ്കിലും പാണക്കാട് തങ്ങന്മാരുടെ ഭാഗത്ത് നിന്ന്, ആ കുടുംബത്തിൽ നിന്ന് ആരും നേതാക്കൾ അല്ലെങ്കിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ആരും വന്നില്ല എന്നത് അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നത്. രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ വിദേശത്തും മറ്റുമൊക്കെയാണ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന മലപ്പുറം ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് കൂടിയായിട്ടുള്ള നേതാവ് അബ്ബാസ് അലി തങ്ങൾ വന്നില്ല എന്നത് അതിഗൗരവതരമായിട്ട് തന്നെയായിരിക്കും രാഷ്ട്രീയ കേരളം കാണുക എന്നാണ് എനിക്ക് തോന്നുന്നത്.